ഹലോ നമസ്കാരം, രഞ്ജിത്ത് വീണ്ടും ഒരു ഇലക്ഷൻ അനാലിസിസുമായാണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ചില ആളുകളെ ജയിക്കൂ എന്നുള്ള കൃത്യമായിട്ടുള്ള അനാലിസിസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഏറ്റവും ആദ്യം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് അനാലിസിസ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു മണ്ഡലം തന്നെയാണ് മലപ്പുറം മണ്ഡലം. മലപ്പുറം മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് ശക്തമായിട്ടുള്ള വേരോട്ടമാണുള്ളത്. മുസ്ലിം ലീഗ് വീണ്ടും ശക്തമായിട്ട് തന്നെ നിലകൊള്ളും. കാര്യമായിട്ട് യാതൊരു ചലനവും എതിരാളികൾക്ക് അവിടെ സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് മലപ്പുറം മണ്ഡലം ലീഗിന്റെ ഉറച്ച കോട്ട തന്നെയാണ്. മലപ്പുറത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന പൊന്നാനി മണ്ഡലവും അബ്ദുൽ സമദ് സമദാനി തന്നെയായിരിക്കും ഇത്തവണ ജയിച്ചു കയറുക. മുസ്ലിം ലീഗിന് 2 സീറ്റ് എന്നുള്ളത് വേണമെങ്കിൽ ഉറപ്പിച്ചു തന്നെ പറയാവുന്ന 2 മണ്ഡലങ്ങളാണ് മലപ്പുറവും പൊന്നാനിയും. ഇനി ഉറപ്പിച്ചു പറയാവുന്ന മറ്റൊരു മണ്ഡലം എറണാകുളം തന്നെയാണ്. കാരണം എറണാകുളം UDFന് വലിയ വേരോട്ടമുള്ള വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. അതിൻ്റെ ഒപ്പം തന്നെ എറണാകുളത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത് ഹൈബി ഈഡൻ എന്ന് പറയുന്ന വളരെ പ്രോവണായിട്ടുള്ള ചുറുചുറുക്കുള്ള വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള വളരെ ക്ലീൻ ഷീറ്റുള്ള ഒരു നേതാവാണ്. ഹൈബി ഈഡന്റെ ഊർജ്ജസ്വലതയ്ക്ക് മുന്നിൽ തീർച്ചയായിട്ടും മറ്റുള്ള എതിരാളികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എറണാകുളവും UDFന്റെ ഉറച്ച കോട്ടയായി മാറുന്നു. മറ്റൊരു UDFന് വലിയ ഉറപ്പുള്ള മണ്ഡലങ്ങളിലൊന്ന് ഇടുക്കിയാണ്. പലതവണ ഇടുക്കിയിൽ പല വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ചും കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ വന്നിട്ടുള്ള ഒരു സമയത്ത് മാത്രം സഭയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ജോയ്സ് ജോർജിന് കൊടുത്ത സമയത്ത് മാത്രം ജോയ്സ് ജോർജ് ജയിച്ചുവെങ്കിലും വളരെ ശക്തമായ UDF അടിത്തറയുള്ള മണ്ഡലം തന്നെയാണ് ഇടുക്കി. ഇടുക്കിയിലെ മലയോര കർഷകരുടെ വലിയ സപ്പോർട്ട് ഇപ്പോഴും ഡീൻ കുര്യാക്കോസിന്റെ ഒപ്പം തന്നെയാണ്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഇമേജുള്ള ഒരാൾ തന്നെയാണ് ഡീൻ കുര്യാക്കോസ്. അതുകൊണ്ട് ഇടുക്കി മണ്ഡലവും ഏകദേശം UDFന് ഉറപ്പിക്കാവുന്ന ഒരു മണ്ഡലമാണ്. ചുരുക്കി പറഞ്ഞാൽ മലപ്പുറം, പൊന്നാനി, എറണാകുളം, ഇടുക്കി ഉറപ്പിക്കാവുന്ന മണ്ഡലങ്ങളാവുന്നു. അടുത്തത് കൊല്ലം മണ്ഡലമാണ്. കൊല്ലം മണ്ഡലത്തിൽ UDF ഫീൽഡ് ചെയ്തിരിക്കുന്ന RSPBയുടെ NK പ്രേമചന്ദ്രൻ തീർച്ചയായിട്ടും വളരെ ശക്തനായ ഒരു കാൻഡിഡേറ്റാണ്. കൊല്ലം പരമ്പരാഗതമായി ഒരു LDF കോട്ടയാണെങ്കിലും ഇത്തവണ NK പ്രേമചന്ദ്രന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുകേഷിനേക്കാളും വലിയ ഒരു ഇമേജ് പ്രത്യേകിച്ചും രാഷ്ട്രീയ രംഗത്ത് NK പ്രേമചന്ദ്രനുണ്ട്. ഒപ്പം തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് കൃഷ്ണകുമാർ BJPയും ഫീൽഡ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും NK പ്രേമചന്ദ്രൻ അവിടെ ഏകദേശം ഉറപ്പിക്കാവുന്ന തരത്തിലേക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഉറപ്പിക്കാവുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. എങ്കിൽ പോലും പന്ന്യൻ രവീന്ദ്രനേക്കാളും രാജീവ് ചന്ദ്രശേഖറിനേക്കാളും ശശി തരൂരിന് ഇപ്പോഴും ഒരു എഡ്ജുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പോഴും തിരുവനന്തപുരത്തുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ ശശി തരൂരിനെ ശക്തമായി ബിലീവ് ചെയ്യുന്നവരാണ്. മാത്രമല്ല ശശി തരൂരിനെ പോലെ നല്ല കമ്മ്യൂണിക്കേഷനുള്ള നല്ല എഡ്യൂക്കേഷനുള്ള ഒരു ഗ്ലോബൽ വിഷനുള്ള ഒരാൾ തിരുവനന്തപുരത്തെ റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി കരുതുന്ന ആളുകളും തിരുവനന്തപുരത്ത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും എതിരാളികളെക്കാൾ ശശി തരൂർ മുന്നിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവസാനമായി ഒരു മണ്ഡലം കൂടി ഉറച്ച മണ്ഡലമുണ്ട്. അത് മറ്റൊന്നുമല്ല, ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് മണ്ഡലമാണ്. വയനാട് മണ്ഡലത്തിലും UDFന് വലിയ മേൽക്കൈയുണ്ട്. പ്രത്യേകിച്ചും UDFന്റെ ദേശീയ നേതാവ് തന്നെ അവിടെ മത്സരിക്കുമ്പോൾ UDF അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, വയനാട്, ഇടുക്കി, എറണാകുളം, മലപ്പുറം, പൊന്നാനി എന്നീ മണ്ഡലങ്ങൾ UDF ഉറപ്പിച്ചു വെക്കുന്നു. LDFന് ഉറപ്പിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും LDFന് മേൽക്കൈയുള്ള ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. ഒരുപക്ഷെ അസംബ്ലി സെഗ്മെന്റുകൾ എടുത്തു നോക്കിയാൽ LDFന് മേൽക്കൈയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളും. എങ്കിലും ലോക്സഭയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ LDFന് ഉറപ്പ് എന്ന് പറയാവുന്ന ഒറ്റ മണ്ഡലവും ഒരുപക്ഷെ ഇല്ല എന്ന് പറയേണ്ടി വരും. ആലത്തൂർ മണ്ഡലം ഇത്തവണ വലിയ സാധ്യത LDFന് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ CPIയുടെ സുനിൽ കുമാറിന് വലിയ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. മാവേലിക്കരയിലും സാധ്യതകൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പാലക്കാട് നല്ല ഒരു ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ്. കണ്ണൂര് നല്ല ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. വടകരയിൽ ഷാഫി പറമ്പിൽ അതിശക്തനായ സ്ഥാനാർത്ഥിയാണെങ്കിലും ശൈലജ ടീച്ചറിന് ശക്തമായ ഫൈറ്റ് തന്നെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ മണ്ഡലങ്ങളിലൊക്കെ ചെറിയ സാധ്യതകൾ LDFന് ഇല്ല എന്ന് പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഫലങ്ങൾ തന്നെയാണ്. ശക്തമായ ഒരു ഫൈറ്റ് തന്നെയാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ നടക്കാൻ പോകുന്നത്. എങ്കിലും UDFന്റെ ഉറച്ച കോട്ടകളായിട്ടുള്ള ഇത്തരം മണ്ഡലങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. ഓൾ ദ ബെസ്റ്റ്.